നമസ്കാരം. ശബരിമല വിഷയം ഒരു സന്നിഗ്ധാവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ്. തന്ത്രി വരെ അറസ്റ്റായി. മാത്രമല്ല, ആദ്യം അറസ്റ്റായവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. SIT കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ED പലവിധ റെയ്ഡുകളും നടത്തിയിരിക്കുന്നു. ഇനി എന്താണ് എന്നുള്ള ചോദ്യത്തിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. എങ്കിലും അവിടെ തന്ത്രിയുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വാദ കോലാഹലങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് CR രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ശബരിമലയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുമുണ്ട്. നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. സർ, നമസ്കാരം. സർ, ഞാൻ ഈ പറഞ്ഞതുപോലെ ശബരിമല വിഷയം ഏകദേശം ഒരു പ്രത്യേക പരുവത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജയിലിൽ കയറിയവർ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവിക ജാമ്യത്തിന് എല്ലാവരും അർഹരായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഉയർന്നു വരുന്നത് ശബരിമലയിൽ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, പലവിധ മേഖലയിലും കാര്യക്ഷമമായി അവർ കൊള്ള നടത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ സംരക്ഷണ കവചം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ അവിടെ മോഷണം നടത്തിയിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു സർ? തീർച്ചയായിട്ടും നമ്മൾ ഈ ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്ര ഭരണ സംവിധാനമാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അങ്ങനെ കേരളത്തിലെ മുഴുവൻ. അപ്പോൾ അതിലേറ്റവും പ്രോമിനൻ്റായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ ആ ദേവസ്വം ബോർഡിൽ നിയമിക്കുന്ന 3 പേര് അവരിതിൻ്റെ ട്രസ്റ്റികളാണ്, ദേവന്മാരുടെ ട്രസ്റ്റികളാണ്. ദേവീ ദേവന്മാർ മൈനറുകളാണ്, മക്കളാണ്. അവരുടെ മക്കളുടെ സ്വത്ത് സംരക്ഷിക്കുന്ന രക്ഷാകർത്താക്കളുടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യതയുള്ളവരാണ്. പക്ഷെ അവർ പലപ്പോഴും കഴിഞ്ഞ കുറേ കാലമായി, ആദ്യകാലത്ത് അത് നമുക്ക് പറയാൻ പറ്റില്ല, കുറേ കാലമായി സമഗ്ര മേഖലയിലും ഇത് ദുർഭരണം. കാരണം ഈ ദുർഭരണം ബോർഡ് തലത്തിൽ അവരുടെ ശ്രദ്ധക്കുറവോ ഭരണ പരാജയമോ ദുർഭരണമോ സാമ്പത്തിക അപകരണം ഉണ്ടായാൽ അത് സ്ഥാപനത്തെ മുഴുവൻ ബാധിക്കും. ഇപ്പോൾ സാധാരണ നാട്ടിൻപുറത്ത് പോലെ എംബ്രാൻ അല്പം കട്ട് പുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അപ്പോൾ അതാണ് ഈ സ്ഥാപനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് 1999 ദേവന് സമർപ്പിച്ച ഒരു സ്വത്താണ്. ഒരു 27 വർഷത്തെ, കാരണം നമ്മൾ 2009 മുതൽ ഇപ്പം നമ്മൾ 1999 സമർപ്പിച്ച സമ്പത്ത് ഇന്ന് 2026. അപ്പോൾ ഏതാണ്ട് 27 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു മോഷണമാണ്. ഇത്രയും കാലദൈർഘ്യം ഒരു വിഷയം തന്നെയാണ്. രണ്ടാമത്തെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഈ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന സ്ഥാവര ജംഗമ സ്വത്തുകളെല്ലാം. അപ്പോൾ അതിൽ വാല്യുബിൾസ് ഉണ്ടാവും. അപ്പോൾ ക്ഷേത്രത്തിൽ പലപ്പോഴും ഈ സ്വർണം, വെള്ളി, ഇങ്ങനെ വില പിടിച്ച ഉരുപ്പടികളും ഒക്കെ ക്ഷേത്രത്തിൽ സംഭാവന വരാറുണ്ട്. നമ്മളത് സൂക്ഷിക്കാറുണ്ട്. അതിന് നിയമങ്ങളുണ്ട്. ഇവിടെ അതിൽ നിന്നും വിഭിന്നമാണ്. ഇവിടെ ഈ ദേവൻ്റെ ശ്രീകോവിലിന് പുറത്ത് ഒരു ഭക്തൻ സമർപ്പിക്കുകയും അത് ഒട്ടിച്ചു വയ്ക്കുകയും ചെയ്ത ഗോൾഡാണ് നഷ്ടപ്പെട്ടത്. അപ്പം നമ്മുടെ മുമ്പിലൊരു ഉരുപ്പടിയായിട്ട്, അതൊരു കരസാധനമായിട്ടല്ല അവിടെ ഒട്ടിച്ച ഒരു സാധനം, അത് ശ്രീകോവിലിന് പുറത്താണ്. അപ്പോൾ അത് ചിരണ്ടിയെടുക്കുകയും മറ്റും ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ്, അങ്ങനെയുള്ള ഒരു സങ്കീർണമായ പദ്ധതികളിലൂടെ ആണ് അത് എടുത്തത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം, അത് സാധാരണ നമ്മൾ ഒരു അമ്പല മോഷണം പോലെ വളരെ ലാഘവത്തോടുകൂടി ചെയ്യാവുന്ന കാര്യമല്ല. പിന്നെ മൂന്നാമത് ഞാൻ ഈ സ്ലാഗിങ് അല്ലെങ്കിൽ ഈ കാലദൈർഘ്യത്തെപ്പറ്റി എൻ്റെ ഒരു വിലയിരുത്തൽ പറയുന്നത്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാൾ മുന്നേ ഉണ്ടായ ഒരു സ്ഥാപനമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായത് തന്നെ 56. ഇത് 1949 ആരംഭിച്ചത്. 49-50 ആക്ട് വന്നു. അപ്പോൾ അന്ന് 50 സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഭരണം, ഇതിൻ്റെ ക്ഷേത്രം, അതിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുകൾ, അവയുടെ സംരക്ഷണം, അവയുടെ സമാഹരിക്കൽ, ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്.
അതൊക്കെ രാജാവിൻ്റെ കാലത്തുണ്ടാക്കിയ ഏതാണ് 1811 രാജാവിൻ്റെ കാലത്തുണ്ടാക്കിയ നിയമങ്ങളെ പിൻപറ്റി ആണ് ദേവസ്വം നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് വളരെ വളരെ സങ്കീർണമായി എന്നുവെച്ചാൽ എങ്ങനെ പെട്ടെന്നൊരാൾക്ക് അതുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് അതിലേക്ക് കടന്നു വരാൻ പാടാണ്. ആ സങ്കീർണമായ എന്നാൽ വളരെ സുതാര്യമാണ്. എവിടെ അഴിമതി ഉണ്ടായാലും എവിടെ പണാപകരം ഉണ്ടായാലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആ അക്കൗണ്ടിങ് സിസ്റ്റം. പക്ഷേ ആ സിസ്റ്റം അല്ല സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ തുടരുന്നത്, ബാങ്കുകളിലുള്ളത്, മറ്റിടത്തുള്ളത് ഒന്നും അതല്ല. അത് പഠിക്കാത്ത ഒരാൾക്ക് ഒരു സമിതിക്ക് പെട്ടെന്ന് വന്ന് ഈ അന്വേഷണത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് SITയുടെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിനകത്ത് ഈ നൂലാമാലകൾ കിടക്കുന്നത് കൊണ്ട് അല്ലേ, സങ്കീർണമായ നിയമ സംവിധാനങ്ങളാണ് ഒരു കാര്യമുള്ളത്. അല്ല, നിയമ സംവിധാനങ്ങളെ കുറിച്ച് ആദ്യം SIT പഠിച്ചാൽ മാത്രമേ അവർക്ക് ഇതിനകത്തുള്ള കടക്കാനുള്ളൂ. ഒരു രാവണൻ കോട്ട പോലെ കിടക്കുക. അതെ, കുറെ ടൈം എടുക്കും. കാരണം ഇതൊരു പെക്യൂലിയർ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പം അങ്ങ് പറയുന്നത് നമുക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് 90 ദിവസം ഒന്നും പോരാ. ഒരിക്കലും പോരാ. കാരണം നമുക്കറിയാം ഇതൊക്കെ ഗവൺമെന്റിന്റെ നീതിന്യായ വകുപ്പുകൾ. ഇപ്പൊ SITക്ക് ഒരു കാര്യം വ്യക്തമായി, കാര്യമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. ഉറപ്പായി അത് ഉറപ്പായി കഴിഞ്ഞു, എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അത് എങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പം കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ VSSC പോകുന്നതും ഇപ്പൊ ഇത് എടുത്ത ഗോൾഡിന് ഇപ്പൊ 2020 ജനുവരി 19 വന്ന ഒരു ജഡ്ജ്മെന്റിൽ ചെറിയതായിട്ട് വെളിച്ചം വീശുണ്ട്. VSSCയുടെ അന്വേഷണത്തിൽ ഈ പരിശോധനയ്ക്ക് എടുത്ത ഗോൾഡിൽ ചില സ്ഥലത്ത് പിന്നെ മെർക്കുറിയുടെ അംശമില്ല, നിക്കലിന്റെയും ഗോൾഡിന്റെയും അംശം ഉണ്ടെന്നൊക്കെ ആ ജഡ്ജ്മെന്റ് പരാമർശിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അല്ല, ഈ സ്വർണം 1970 ആദ്യം കൊടിമരം 1970 സ്വർണം പൂശിയത്. അന്ന് തന്നെ ഈ മോഷണം നടന്നിട്ടുണ്ടോ? കാരണം യഥാർത്ഥത്തിൽ സ്വർണം പൂശി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സ്വർണം മിച്ചം വരുന്ന അവസ്ഥ. അത് പറയാം. ഇപ്പൊ സ്വർണ്ണ കൊടിമരം, നമ്മുടെ ദേവസ്വം ബോർഡിലെ സ്വർണ്ണ കൊടിമരം, അതിലെ സ്വർണം ക്ലാഡ് ചെയ്ത് വയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ അമാൽഗമേറ്റ് ചെയ്ത സിസ്റ്റമാണ്, പഴയ കാലത്തെ സിസ്റ്റമാണ് നമ്മുടെ അവിടെ തുടരുന്നത്. ഇപ്പം ടെക്നോളജി മാറി. ഇപ്പം മദ്രാസിലുള്ള മറ്റേ ഇവരൊക്കെ വന്നിട്ട് ഇത് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ആയി. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഈ ഷീറ്റുകളായി വേർതിരിച്ചെടുത്ത് അല്ലെങ്കിൽ തല്ലി ഒട്ടകത്തിൻ്റെ തോൽ വെച്ച് തല്ലി ഷീറ്റുകളാക്കി ഒന്നിനു മേലെ ഒന്നായി മെർക്കുറി ഒട്ടിച്ച് അത് ഹീറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ മെർക്കുറിക്ക് ഓക്സൈഡായിട്ട് അത് വാതകമായി പോവും. ഇത് അമാൽഗമേറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് നമ്മുടെ സംവിധാനം പണ്ട്. ഇപ്പം അത് ലോകാരോഗ്യ സംഘടന പോലും നിരോധിച്ചിട്ടുണ്ട്. കാരണം ഈ മെർക്കൂറിക് ഓക്സൈഡ് എന്ന വളരെ അപകടകരമായ, മനുഷ്യ ശരീരത്തിനും അപകടകരമായ വാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള അപകടത്തിലുള്ള സാധ്യതകളും ഉണ്ട്. അതിപ്പോഴും ആ സംവിധാനം തുടരുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട അതാണ്. ഇപ്പോൾ പലപ്പോഴും അറിവില്ലാതെ അല്ലെങ്കിൽ വേണ്ടത്ര അത് പഠിക്കാത്ത കുറേ പാനലിസ്റ്റുകൾ ഇതിനെപ്പറ്റിയൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഇതാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പ്രദേശത്തിൻ്റെ പരിസ്ഥിതിയുടെ ഇതനുസരിച്ചാണ് നമ്മുടെ സ്മിത്തുകൾ വന്ന് ഈ സ്വർണം പൂശുന്ന ആളുകൾ, അതിൻ്റെ ടെക്നീഷ്യൻസ് വന്ന് ആ കൊടിമരത്തിൽ എത്ര പാളി ഒട്ടിച്ചു ചേർക്കണമെന്ന് തീരുമാനിക്കുന്നു. ചിലയിടത്ത് 5, ചിലയിടത്ത് 7, ചിലയിടത്ത് 9. അത് സമുദ്രതീരത്തായാലും മറ്റേ മലപ്രദേശങ്ങളിലായാലും അതിന് മാറ്റം വരും. ഇത് ഒന്നിന് പുറത്ത് ഒട്ടായിട്ട് കാരണം ഈ കൊടിമരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ബലിക്കല്ല് മുതൽ വിഗ്രഹത്തിൻ്റെ പീഠം വരെയുള്ളതാണ് അതിൻ്റെ നീളം. അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ ദ്വാര നീളത്തിൻ്റെ ഇരട്ടിപ്പുകളാണ്. 10, 12, 9, 8 ഇങ്ങനെ അതിൻ്റെ ഇരട്ടിപ്പുകളാണ്. അത് തന്ത്രശാസ്ത്രം അനുസരിച്ച് തന്ത്രിയാണ് അത് തീരുമാനിക്കുന്നത്. നിലവിലുള്ളത് എത്രയാ അത് തീരുമാനിച്ചു, പഴയ കാലം മുതലേ തീരുമാനിച്ചു. അതനുസരിച്ച് ചെമ്പ് പറകൾ, ആ പറകളിൽ ഈ സ്വർണം ഒട്ടിക്കാൻ വെക്കും. അപ്പോൾ ഈ സാധാരണ ചെമ്പ് പറകളിൽ അത് തടിയാണെങ്കിൽ തടി, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് പോളുണ്ടാക്കും. പോളുണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഡയമീറ്ററിൽ ഇറങ്ങുന്ന തരത്തിലുള്ള ചെമ്പ് കൊണ്ടുള്ള പറയുണ്ടാക്കും. ആ പറ ഓരോന്നിറക്കി അതിൻ്റെ ഇപ്പോൾ 12 അതിൽ 20 പറ, 25 പറ. എന്നിട്ട് അത് എടുത്ത് വെച്ച് അത് ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് ശുദ്ധി ചെയ്ത് അതിനകത്താണ് ഇത് ഒട്ടിച്ച് ചേർക്കുന്നത്. ഇത് ഒട്ടിച്ച് മാറ്റി വയ്ക്കും. മാറ്റി വെച്ചിട്ട് അവസാനം ഒരു വലിയ ഒലയുണ്ടാക്കും. വലിയൊരു തീ ഇട്ട് കൽക്കരിയാണ് ഉപയോഗിക്കുന്നത്. അതിന് മറ്റേ ബെല്ലോസൊക്കെ വെച്ച്
ഭയങ്കരമായിട്ട് ചെയ്തു. അത് ഇതിൻ്റെ വലിയ കൊടിൽ ഉപയോഗിച്ച് ആളുകൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ കറക്കും. അപ്പോൾ ആദ്യം മെർക്കൂറിക്ക് ഓക്സൈഡായിട്ട് പോകും, പിന്നീട് ഈ ലെയറുകൾ ഉരുകി വീണുകൊണ്ടിരിക്കും. ഇത് ചെയ്ത സന്നിധാനത്തിൽ വെച്ചാണ്, ഇത് സന്നിധാനത്തിൽ വെച്ചാണ് അന്ന് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ ലെയറുകൾ ഉരുവി വീഴ്ചോടി. ഈ ഒരു ദിവസം പണി തീരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചു. പിന്നെ ഈ കൽക്കരിയിട്ട ഒലയിലകത്ത് വെള്ളം ഒഴിച്ച് കെടുത്തി ആ ചാമ്പലും ആ കൽക്കരിയുടെ അംശം എല്ലാം കൂടെ ചാക്കി കെട്ടി കൊണ്ടുപോകും. ഇത് പരിശോധിച്ചാൽ ഈ ഉരുകി വീഴുന്ന ഗോൾഡ് കട്ടിയായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമുണ്ട്, 2006 ശ്രീവരാഹത്തെ കൊടിമരത്തിൽ അന്ന് ഞങ്ങൾ ഈ ചാക്ക് ഈ പ്രോസസ് ചെയ്ത ആളുകളെ ഏൽപ്പിച്ചില്ല. അന്ന് ഞങ്ങൾ മാറ്റി പിറ്റേന്ന് പരിശോധിച്ചു. അതിൽ കണ്ട സ്വർണം ഞങ്ങൾ എടുത്ത്, നല്ല ക്വാണ്ടിറ്റി സ്വർണം ഉണ്ടായിരുന്നു. അതായത് കൊടിമരം പൂശിയതിന് ശേഷം ഉണ്ടാകുന്ന മിച്ച സ്വർണം അത് ശ്രീവരാഹത്തുണ്ടായിരുന്നു. ഇത് ഉരി അത് ഞങ്ങൾ ശ്രീവരാഹത്ത് മഹസറിൽ റെക്കോർഡ് ചെയ്ത് ദേവസ്വം ഇതിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അവിടെ ഉണ്ട്. അത് സ്ട്രോങ് റൂമിലുണ്ട്. ഇവിടെ ചെന്തട്ടയിലാണ്. ആ മഹസർ പരിശോധിച്ചാൽ കാണാം എത്ര ഈ ഉരുകി വീണത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു. അതിന് കൂടെ ചേർന്നൊരു വിഭാഗം കൂടെ ഉയർന്നു നോക്കിയിട്ടുണ്ട്. അതായത് അന്ന് കൊടിമരത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്ത്രിക്ക് കൊടുത്തുവെന്നും അത് തന്ത്രി തിരിച്ചു തന്നുവെന്നും തിരിച്ച് ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ പറയാം. അത് ഈ 2000 ഇപ്പം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ആക്റ്റും റൂളും, ഈ റൂളുകളിൽ ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് പഠിത്തരുന്ന വലിയൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ തന്ത്രശാസ്ത്ര പ്രകാരമുള്ള നിത്യം നടക്കുന്ന പൂജകളും പ്രത്യേക പൂജകളും അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ക്രിയകളാണ്. അപ്പോൾ ആ ക്രിയകളുടെ ക്രിയാംശമായിട്ടും ഉപയുക്തമായിട്ടും ഈ കൊടിയേറുന്ന സമയത്ത് കൊടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചരടും കൊടിയൊക്കെ തന്ത്രിക്ക് ഉപയുക്തമായി കൊണ്ടുപോകാമെന്ന് ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് അതിനകത്ത് ഇവർ പറയുന്ന ഇപ്പോഴത്തെ ഇതിനെ വാദിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്ത്രശാസ്ത്രത്തിലെ 3-ാം വോളിയത്തിൽ ഇത് തന്ത്രിയുടെ ഉപയുക്തമാണെന്നാണ് പറഞ്ഞു വെച്ചുള്ളൂ. തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര പൂജകളെ സംബന്ധിച്ച് ചേന്നാസ് തിരുമേനി എഴുതിയ ഒരു ഗ്രന്ഥമാണ്, സംസ്കൃത ഗ്രന്ഥമാണ്. ആ സംസ്കൃത ഗ്രന്ഥത്തിന് തന്ത്രശാസ്ത്രത്തിൻ്റെ മൂല്യമാണുള്ളത്. ദേവസ്വം ബോർഡ് പോലുള്ള ചട്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഇത് ചട്ടങ്ങളായിട്ടില്ല. മനസ്സിലായോ? അപ്പം തന്ത്രിക്ക് ഇത് അവകാശപ്പെട്ടയാണെന്ന് ദേവസ്വം ചട്ടങ്ങളിലില്ല. തന്ത്രശാസ്ത്രം ചട്ടങ്ങളാകുന്നില്ല. പിന്നെ കീഴ്വഴക്കമെന്നൊക്കെയാണ് ഇവർ പറയണത്. അതിൽ തന്ത്രശാസ്ത്രത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ പറയുന്ന ഇത് ഈ മാറ്റുന്ന അംഗഭംഗപ്പെട്ട സാധനം തടിയാണെങ്കിൽ എല്ലാ ബഹുമതികളോടും കൂടി ദഹിപ്പിക്കണം. അത് ക്ഷേത്രമുറ്റത്തേക്കുന്ന ഒരു അശ്വത്ഥം ആല് പിന്നെ ഉണങ്ങിയാലും ആ ക്രിയകൾ ചെയ്യണമെന്ന് നിയമം. പിന്നെ കല്ലാണെങ്കിൽ അത് ജലന്യാസം നടത്തണം. പിന്നെ ഇത് മെറ്റലാണെങ്കിൽ ഏതെങ്കിലും പിന്നെ ഇതുപോലുള്ള മെറ്റൽ മെറ്റീരിയൽ ആണെങ്കിൽ അത് ഉരുക്കി രൂപപരിണാമം വരുത്തണം. തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല. ഇവർ ഇത് തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ തന്ത്രിക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ തന്ത്രശാസ്ത്രം ഞങ്ങളുടെ നിയമമല്ല. തന്ത്രശാസ്ത്രം ഒരു പൂജാശാസ്ത്രം മാത്രമാണ്. ദേവസ്വം ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി റൂളാണെന്ന് പറയാനൊക്കത്തില്ല. അത് ഹൈക്കോടതിയുടെ വിധിയുടെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ നിയമമാണെന്നല്ലേ പറയുന്നത്? അല്ല തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ശങ്കരാചാര്യരുടെ കാലത്താണ് ഇന്ന് നാം കാണുന്ന 8-ാം നൂറ്റാണ്ടിൽ കാണുന്ന ഈ പൂജാ സംവിധാനങ്ങളൊക്കെ വന്നത്. അതുവരെ ഉണ്ടായിരുന്ന ആദിദ്രാവിഡർ അവരുടെ പ്രാകൃത ദൈവങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എന്നുവെച്ചാൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ശക്തികളെയൊക്കെ പ്രാചീന ഭാരതീയർ ആരാധിച്ചിരുന്നു. അവിടെയാണ് 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ വന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത ദേവതകളെ, ദേവീദേവന്മാരെ നമുക്ക് രൂപങ്ങളിൽ ആവാഹിച്ച് ആരാധിക്കാം എന്ന പുതിയ സംവിധാനം വന്നാണ്. അപ്പൊ അതിനുശേഷമേ തന്ത്രശാസ്ത്രത്തിനെ പറ്റിയുള്ള കാര്യം വരുന്നുള്ളൂ. അപ്പൊ അതിങ്ങനെ നടന്നുവരാണ് നമ്മുടെ കേരളത്തിൽ ചേന്നാസ് തിരുമേനി ആ തന്ത്രശാസ്ത്ര സംസ്കൃതത്തിൽ അത് എഴുതിയത്. അത് പിന്നീട് കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതി കുഴിക്കാട്ട് പച്ച നിലവിലുണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അതൊരു പുടയൂർ ഭാഷ എന്ന് പറഞ്ഞ് വേറൊരു തിരുമേനി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സവരിവാര പൂജകൾ എന്ന് പറഞ്ഞ് വേറൊരു തിരുമേനി തന്ത്രി അത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ആധികാരികമായ വേറൊരു ഇതുണ്ട്, മന്ത്രമഹാർണവം എന്ന് പറഞ്ഞ വലിയൊരു ഗ്രന്ഥം വേറെയുണ്ട്, തന്ത്രശാസ്ത്ര ഗ്രന്ഥം വേറെയുണ്ട്.
ഇതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും സ്റ്റാറ്റ്യൂട്ടല്ല, ഇതൊരു നിയമമല്ല ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബോർഡിൻ്റെ മുമ്പിലുള്ള മറ്റൊരു കാര്യം, ഈ തരത്തിലുള്ള വിലപിടിച്ച വിഗ്രഹങ്ങളും അല്ലെങ്കിൽ വാഹനങ്ങളും എടുത്ത് തന്ത്രിയുടെ കയ്യിലോ മറ്റൊരാളിൻ്റെ കയ്യിലോ, തന്ത്രി അത് ഏറ്റുവാങ്ങിക്കൊണ്ട് പോയാൽ തന്നെ അതൊരു പൗരാണിക പ്രാധാന്യമുള്ള വസ്തുവാണ്, ആൻറ്റീക്ക് വാല്യൂ ഉള്ളത്. അത് കൈമാറ്റം ചെയ്യപ്പെടാനോ കടൽ കടന്നു പോകാനോ വിഗ്രഹ കടത്താകാനോ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതിനെ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് ഈ അടുത്ത കാലത്ത് ബോർഡിൻ്റെ തീരുമാനം. അതനുസരിച്ച് 2012 അന്നത്തെ ബോർഡ് തന്ത്രിമാരുമായിട്ടൊരു ഒരു മീറ്റിംഗ് നടത്തി, അവരുടെ ചില അവകാശങ്ങൾ സംബന്ധിച്ച് ചർച്ച. ആ ചർച്ചയുടെ മിനിറ്റ്സിലെ തീരുമാനത്തിൽ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടത് ചൈതന്യവത്തായ വസ്തുക്കളൊന്നും തന്നെ അന്യ കൈവശം കൊടുക്കരുത്, തന്ത്രിക്ക് ഉപയുക്തമായി കൊടുക്കരുത് എന്നൊരു തീരുമാനം 2012 ബോർഡും തന്ത്രിമാരും സംയുക്തമായി തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അവർ അവകാശപ്പെടുന്നത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഇത് അവകാശം. അത് ഞാൻ പറയാം, ഒറ്റപ്പെട്ട കാര്യങ്ങൾ പലയിടത്തും കാണും. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ഏതോ ഒരു പാനലിസ്റ്റാണ് ഹൈക്കോടതി പറഞ്ഞു ഏതോ കൊച്ചിൻ ബോർഡിൽ ഏതോ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഏതാണ്ട് 6000-ഓളം ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടെന്നിരിക്കാം. അങ്ങനെ ഒരു തന്ത്രി ഉപയുക്തമായി ഇത് വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കാം. ആ കേസിൻ്റെ അതിൻ്റെ അഫിഡവിറ്റ് കൊടുക്കുമ്പോഴും അതിൻ്റെ വാദങ്ങൾ പറയുമ്പോഴും ശരിയായ കാര്യം കോടതിയെ ധരിപ്പിക്കാതിരുന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ഉത്തരവുണ്ടാവാം. ഈ ശ്രീവരാഗത്ത് ഞാൻ പറഞ്ഞുതരാം. ശ്രീവരാഗത്ത് 2006 കൊടിമര പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ അതൊരു പാനലിസ്റ്റാണ് ഒരു ദിവസം ഇങ്ങനെ കുറേ ഇന്ന കൊടിമരം കൊടുത്തു, അത് കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്രീവരാഗം ഞാനന്ന് വിജിലൻസ് ഓഫീസറാണ്. ഞാൻ അവിടെ നിന്നിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പോയി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അവസാനം അവിടെ പറയാൻ ഒരു വാക്ക് പറയാൻ സമയമുള്ളൂ. ഞാൻ പറഞ്ഞു, ശ്രീവരാഹത്തെ കൊടിമരത്തിൻ്റെ മുകളിലിരുന്നത് ഗരുഡവാഹനമാണ്, അത് ചെമ്പാണ്. ആ ഗരുഡവാഹനം തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ സ്ട്രോങ് റൂം, വലിയശാല അമ്പലത്തിലുള്ള സ്ട്രോങ് റൂം ഡബിൾ ലോക്കുള്ള അവിടെ സുരക്ഷിതമായി ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിറ്റേന്ന് ആ പാനലിസ്റ്റ് ഒരു സബ് ഗ്രൂപ്പ് ഓഫീസറുടെ കത്ത്, ഇത് തന്ത്രിയെ ഏൽപ്പിച്ചതായിട്ട് ഒരു സബ് ഗ്രൂപ്പ് ഓഫീസറുടെ കത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ എഴുതി, അന്ന് മേൽനോട്ടം വഹിച്ച ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ CR രാധാകൃഷ്ണൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഇതാ സാധനം. 3/11 സബ് ഗ്രൂപ്പ് ഓഫീസറാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. സബ് ഗ്രൂപ്പ് ഓഫീസർ ദേവസ്വം ബോർഡിലെ ദേവസ്വത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീകാര്യക്കാരൻ. അത് ദേവസ്വം ബോർഡിലെ ഏറ്റവും താഴ്ന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥന് ദേവസ്വത്തിലെ ഒരു വിലപിടിപ്പിച്ച ഉരുപ്പടികൾ ഒരാൾക്ക് കൊടുക്കാനോ കൈമാറ്റം ചെയ്യാനോ അധികാരമില്ലാത്ത ഒരാളാണ്. മാത്രമല്ല, ഇത് ശ്രീവരാഹ തന്ത്രി മേക്കാട് നാരായണ നമ്പൂതിരിയാണ്, മേക്കാടന്, തൃശ്ശൂരാണ്. അപ്പം ഈ തന്ത്രിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് തന്ത്രീസ്, അത് ഞങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടിലുണ്ട്. ക്ലാസ് 1 ഓഫീസറുടെ പൊസിഷനാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നത് കറസ്പോണ്ടൻസ്, തന്ത്രിയുടെ ഓഫീസിലേക്കുള്ള എഴുത്തുകുത്തുകൾ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരാൾ ചെയ്തുകൂടാ. അപ്പം യഥാർത്ഥത്തിൽ ഈ സബ് ഗ്രൂപ്പ് ഓഫീസറുടെ കത്ത് ഇൻസബോർഡിനേഷനാണ്. ഇപ്പം നാളെ കളക്ടർ നൽകേണ്ട ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിന് നൽകിയാൽ എങ്ങനെയിരിക്കും? ആരെങ്കിലും അത് വിലമതിക്കും? ആ വിലയെ ഇതിനുള്ളൂ. ഇനി ഇതിന് ശേഷം സംഭവിച്ച കാര്യം, ഞങ്ങൾ കൊടിമരമൊക്കെ പ്രദേശത്ത് പോയി, ഞങ്ങളുടെ ജോലി തീർന്നു, സൂപ്പർ, ഞാൻ അവിടെ പോയി നോക്കിയിരുന്നു, എനിക്കറിയാം. അത് കഴിഞ്ഞ് അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഒരു ശർമ്മ ഈ സാധനം ഒരു കത്തെഴുതി, ഞാൻ ഇപ്പൊ കാണിച്ച ഒരു കത്തെഴുതി മേക്കാട് തിരുമേനിയെ ഏൽപ്പിച്ചു. അത് ഡിപ്പാർട്ട്മെന്റ് തന്ത്രിയെ ഏൽപ്പിച്ചു. തന്ത്രി അത് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റ് അറിയുന്നില്ല, അസിസ്റ്റന്റ് കമ്മീഷണർ അറിയുന്നില്ല, ദേവസ്വം കമ്മീഷണർ അറിയുന്നില്ല, ബോർഡ് അറിയുന്നില്ല. പക്ഷേ ഈ പാനലിസ്റ്റ് പറയുന്ന ബോർഡ് കൊടുത്തു എന്നാണ്. ബോർഡ് കൊടുത്തതല്ല, സബ് ഗ്രൂപ്പ് ഓഫീസറാണ് കൊടുത്തത്. സബ് ഗ്രൂപ്പ് ഓഫീസർ തന്ത്രിക്ക് എഴുതാനേ പാടില്ല. സബ് ഗ്രൂപ്പ് ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വളരെ താഴ്ന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറഞ്ഞ ഒരാൾ ക്ഷേത്ര കാര്യങ്ങളെ സംബന്ധിച്ച് കത്തിടപാട് നടത്താൻ പാടില്ലെന്ന് സ്റ്റാറ്റ്യൂട്ടറി റൂളുള്ളതാണ്. അപ്പൊ അത് കടലാസിന്റെ വില പോലും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ എന്ത് ചെയ്തു? അവിടെ രമേശ് കുമാർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അംഗം, അവിടുത്തെ ഒരു ഭക്തൻ,
ഈ തന്ത്രിയും സബ് ഗ്രൂപ്പ് ഓഫീസറോട് ഇത് മോഷ്ടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മഞ്ചൂർ മജിസ്ട്രേറ്റ് 2 കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. തന്ത്രി മോഷ്ടിച്ചോണ്ടോ എന്ന് പറഞ്ഞു. കേസെടുത്തു. തന്ത്രി ജീവനം കൊണ്ട് നാട് മുഴുവൻ കടന്ന് ഓടിയിട്ട് ഫോർട്ട് പോലീസ് CIക്ക് ഓർഡർ കൊടുത്തു. കോടതി പോയി റിക്കവറി എടുക്കാൻ പറഞ്ഞു. റിക്കവറി എടുത്തോണ്ട് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട് താനും. അങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ഈ ആള് ഈ സബ് ഗ്രൂപ്പ് ഓഫീസറുടെ കത്തുമായിട്ട് നടക്കുന്ന ആള് ഇതിന്റെ പിന്നിൽ നടന്ന ആ സംഭവം ഒന്ന് അറിയണ്ടേ? മര്യാദയായിട്ടൊന്ന് അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും. അല്ലാതെ ഈ കിട്ടിയ കഥയുടെ പകുതി വെച്ച് പറഞ്ഞു നിർത്തുക. പുള്ളിയുടെ താല്പര്യം ആരെയൊക്കെയോ വെള്ളപൂശണം. ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് വെള്ളപൂശണം. ഇത് തന്നെ 1986 വൈക്കത്ത് നടന്നു. വൈക്കത്ത് കൊടിമരത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ കൊടിമരത്തിന്റെ അടിയിൽ ഒരു കലശക്കുടത്തിൽ നിറയെ വിദേശ നാണ്യങ്ങളും അപൂർവ രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ കണ്ടു. ഇത് തന്ത്രി കടിയേക്കോൽ തന്ത്രിയും ഈ 2 തന്ത്രിയുണ്ട് വൈക്കത്ത്. ഈ മേക്കാട് തന്ത്രിയും കടിയേക്കോൽ തന്ത്രി. അതിന് പിന്നെ നമ്മളെ ഇങ്ങേരുടെ ഇതിലൊരു കഥയുണ്ട്, കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഇതിലൊരു കഥയുണ്ട്. പണ്ട് ഈ പിന്നെ കടിയേക്കോൽ തന്ത്രി ഇങ്ങനെ തൂവിക്കൊണ്ടിരുന്നു ഭൂതഗണങ്ങൾ ഇയാളെ പിടിച്ചു തിന്നാൻ ചെന്നു. അപ്പം ഭദ്രകാളി മറ്റപ്പള്ളി തന്ത്രി അവിടെ കണ്ടുകൊണ്ടുവന്നു. ഇയാളുടെ ഒരു അപകടത്തിലാണ്. അപ്പം സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കാണിച്ചു പകുതി തന്ത്രം സമ്മതിച്ചു. അങ്ങനെ പിന്നെ മുതൽ വൈക്കത്ത് 2 തന്ത്രമാണ്. 2 പേര് തന്ത്രിയ ജോയിന്റാ. അപ്പൊ ഈ തന്ത്രി ഇത് അടിച്ചുകൊണ്ട് പോയി നമ്മൾ കേസ് കൊടുത്തു. പോലീസ് കേസെടുത്തു. സാധനം തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ വൈക്കത്തെ കൊടിമരം ഇളക്കിയപ്പോൾ കലശത്തി കണ്ട ഈ സാധനം തന്ത്രിക്ക് വേണമെന്ന് പറഞ്ഞു. വലിയ വഴക്കായി. അത് എത്ര വർഷം? 1986. അവസാനം ബോർഡ് തീരുമാനമെടുത്ത് ഇതൊന്നും ഈ വാല്യുബിൾസ് ഒന്നും തന്ത്രിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അതൊന്നും ഉപയുക്തമല്ല. അവിടെ സ്ട്രോങ് റൂമിൽപ്പെട്ട് കേരളത്തിലെ പ്രശസ്തനായ ഒരു ചരിത്രകാരൻ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടു. അതൊക്കെ തിരിച്ച് തന്ത്രിക്ക് കൊടുക്കുന്നു. തെറ്റാണ്. അത് തന്ത്രിക്ക് കൊടുത്തിട്ടില്ല, അത് തിരിച്ചെടുത്തു. ബോർഡ് ഓർഡർ നടത്തി മേലാൽ ഇത് കൊടുക്കരുത്. ഇത് നിലവിലുള്ളതാണ്. അപ്പൊ ഈ തന്ത്രിമാര് പലപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തതയോടുകൂടി പറയാം. തന്ത്രിമാര്, ശാന്തിക്കാര്, അവിടെയുള്ള കീഴ്ശാന്തിമാര്, ക്ഷേത്ര ജീവനക്കാര്, ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര സങ്കേതത്തിൽ നിന്നൊരു മണൽത്തരി പോലും എടുത്തുകൊണ്ടു ഇഷ്ടപ്പെടത്തില്ല. ഭയമാണ്. അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന് കീഴ്വഴക്കം ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവാം. കോടതി പറഞ്ഞു കൊടുത്തു എന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം കോടതി നമ്മൾ അത് സമർത്ഥമായി കേസ് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഞാൻ ഒരു ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. അതങ്ങനെ അത് ശ്രീവരാഹത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കത്തും പുള്ളി ഫേസ്ബുക്കിൽ പുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീവരാഹത്തെ കേസാണ് ഞാനിപ്പോ കാണിച്ച മജിസ്ട്രേറ്റ് തിരുവനന്തപുരം മഞ്ചൂർ കോടതി മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്ത് കേസെടുക്കാൻ ഇത്. അപ്പൊ ഈ കത്ത് വന്ന ശേഷമാണ് കോടതി ഉത്തരവ് ഉണ്ടാവുന്നത്. അതെ. ഈ കത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയുന്നില്ലല്ലോ. ഈ സബ് ഗ്രൂപ്പ് ഓഫീസറും തന്ത്രിയും കൂടെ ഈ കത്തെഴുതി സാധനം എടുത്തുകൊണ്ട് പോയതിനു ശേഷം ഡിപ്പാർട്ട്മെന്റ് അറിയും. കേസ് വന്നപ്പോഴേ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞു. ആ സബ് ഗ്രൂപ്പ് ഓഫീസർ വരെ നടപടി എടുത്തു. പിന്നെ അയാൾക്ക് അധികാരമില്ലല്ലോ. കടലാസിന്റെ വിലയില്ലെന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ സ്വന്തം കൈപ്പടയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇപ്പം സാധനം വലിയ സ്ട്രോങ് നല്ല സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. അത് ഞാൻ അതേ പറഞ്ഞുള്ളൂ. ഞാൻ ഈ കേസും നാൾവഴിയൊന്നും പറഞ്ഞില്ല. വലിയ ശാലയിലെ അല്ല ഈ ശ്രീവരാഹത്തെ കൊടിമരത്തിന്റെ മുകളിൽ നിന്ന് അത് ഈ ഗരുഡവാഹനമാണെന്ന് പോലും ഈ പാനലിസ്റ്റ് അറിയില്ല. കൊടിമരത്തിന്റെ മുകളിൽ ഇരുന്ന വാഹനം എന്നാ പറയുന്നത്. അത് ഗരുഡവാഹനമാണ്. മഹാവിഷ്ണു ക്ഷേത്രമാണ്, വരാഹമൂർത്തി ക്ഷേത്രമാണ്. നമ്മുടെ ശബരിമലയിലേക്ക് വന്നാലേ അതിന്റെ വാജിവാഹനം അദ്ദേഹത്തിന് എടുത്തു കൊടുത്ത് തെറ്റാണ്. കാരണം 2012 തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രിമാരുടെ സംഘടനയുടെ ചർച്ചയിൽ ഇത് മേലാ ചെയ്യരുതെന്ന് തീരുമാനമെടുത്തിരിക്കുക. സംയുക്തമായി ഉഭയസമ്മതപ്രകാരം തീരുമാനമെടുത്തിരിക്കുക. അതേ കണ്ടിന്യൂറ്റിയുള്ള ബോർഡാണ് ഇത് കൈ കൊടുത്തത്. അപ്പൊ ബോധമില്ലെന്നല്ലേ മനസ്സിലായി. ഈ പഴയ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 99 ഗ്ലാഡി ചെയ്ത സ്വർണം 2019 എടുത്തുകൊണ്ട് പോയി. കുറ്റം എന്താ? ഇത് ഇമ്മാതിരി കാര്യങ്ങൾ ക്ഷേത്ര സങ്കേതം വിട്ട് കൊണ്ടുപോയിക്കൂടാ എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓർഡർ ലംഘിച്ചതാണ്. ആണോ? അതെ. അതുപോലെ 2012 ബോർഡിന്റെ ഉത്തരവ് ലംഘിച്ചാണ് എടുത്തുകൊണ്ട് പോയി. അത് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ലംഘനം തന്നെയാണ്. അത് ചെയ്തത് ബോർഡുകാർ തന്നെയാണ്. വേലി തന്നെയാണ് വിളവുന്നത്. അപ്പൊ മാത്രമല്ല, ആ സാധനം എടുത്ത് വെളിയിൽ പോയി എവിടെങ്കിലും വിറ്റുപോയാൽ ആര് സമാധാനം പറയും? കേസ് വന്നാൽ ആര് പ്രതിയാവും?